ബോയ്സിനോട് ശ്രദ്ധിക്കും. നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുമ്പം പെൺപിള്ളേർ അക്സെപ്റ്റ് ചെയ്യുന്നത് അതൊരു ഫോർമാലിറ്റിക്കാണ്. ജസ്റ്റ് ഞാൻ അതിൽ അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ ആര് തന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങളെ യൂട്യൂബിലുള്ളവരെല്ലാം പറയുന്നതായിട്ട് അങ്ങനെയല്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ വിളിക്കലല്ല, അതിനല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളെ അവിടെ ഫ്രണ്ടായിട്ട് ഇടുന്നു. നിങ്ങൾ എന്നെ എന്നാലും ഒരു പെണ്ണിനെയും വിളിക്കരുത് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ കുറേ ഫോർമാലിറ്റീസ് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ അവരോട് ജസ്റ്റ് ഹലോ എൻ്റെ പേര് ഇതാണ്, ഓക്കെ ഞാനും എൻ്റെ പേര് പറയും, സുഖമാണോ എന്ന് ചോദിക്കുക. ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴേക്കും സുഖം പറയും. ഇന്ന് ഗുഡ് മോർണിംഗ് കിട്ടുക, ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ഗുഡ് മോർണിംഗ് കിട്ടൽ. അത് തിരക്കായതുകൊണ്ട്, തിരക്ക് മീൻസ് ഞാൻ ഉറക്കം എണീച്ച് വരുമ്പോഴേ ഉച്ചയായിത്തിന്, പിന്നെ എണീച്ച് പല്ലേച്ച് ചായ കുടിച്ചൊക്കെ വരുമ്പം തന്നെ ഈ ടൈമായി. പിന്നെ ഞാൻ എപ്പോൾ ആർക്കും ഗുഡ് മോർണിംഗ് കൊടുക്കാനാ? ഗുഡ് മോർണിംഗും കഴിഞ്ഞ് ഗുഡ് നൈറ്റും കഴിഞ്ഞ് കുടിയവനിക്കായി ഞാൻ എന്തടാനാണ്. പിന്നെ എനിക്ക് ഗുഡ് മോർണിംഗ് ആകുന്ന ദിവസമല്ലേ എനിക്ക് ഗുഡ് മോർണിംഗ് കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് അപ്പോൾ ചിന്തിച്ചോണം ഞാൻ അന്നാണ് ഗുഡ് മോർണിംഗ് തരുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നൊരാൾ ചോദിച്ച് വിളിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു ഇൻസ്റ്റയിൽ. ഞാൻ പറഞ്ഞ എന്തിന്, എനിക്കൊന്നും സംസാരിക്കാനില്ല. നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അയാൾ എന്നോട് എന്താ ചോദിച്ചാൽ എന്നെ വെറുപ്പാണോ, വെറുക്കാനായിട്ട് അയാൾ എൻ്റെ ശത്രുവാണോ? ഞാൻ പറഞ്ഞു നിങ്ങൾ ശത്രുവൊന്നുമല്ല എൻ്റെ വെറുക്കാനായിട്ട്. ചിലർക്ക് ഇഷ്ടമല്ല സംസാരിക്കാൻ, അതുപോലെ എനിക്കിഷ്ടമല്ല. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ പെർമിഷൻ ചോദിക്കാം, പിന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് ഫ്രണ്ട് വിട്ടു പോകണമെന്നൊന്നുമല്ല. നിങ്ങളുടെ എന്തെങ്കിലും ഒഫീഷ്യൽ, നിങ്ങൾക്കൊരു മാരേജ്, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നിങ്ങളുടെ നാട്ടിലൊക്കെ വരില്ല, അപ്പോൾ പറയാം. എൻ്റെ നാട്ടിലാണെങ്കിൽ ഞാൻ പറയാം, ഇവിടെ തെയ്യമുണ്ട്, നമ്മുടെ നാട്ടിൽ തെയ്യമുണ്ട്. നിങ്ങൾ കണ്ണൂർകാർ ചെക്കന്മാർ പറയുക നമ്മുടെ നാട്ടിൽ തെയ്യമുണ്ട്, മുത്തപ്പൻ്റെ നാട്ടിലേക്ക് പോരുന്ന, അല്ലെങ്കിൽ കണ്ണൂർ പറശ്ശിനി പോവുക, ഓരോ നാട്ടിൽ നിങ്ങളുടെ വിശേഷങ്ങൾ ഉണ്ടാവുമല്ലോ, അതങ്ങ് കൊടുക്കുക. അങ്ങനെയൊക്കെ പരിചയപ്പെടുക, മനസ്സിലായ? അല്ലേ വിളിക്കട്ടെ ഇതൊക്കെ ചോദിച്ചാലുണ്ടല്ലോ നമ്മൾ ചീത്ത പറഞ്ഞു വിടും. പിന്നെ അതുകൊണ്ട് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ, അമ്പലങ്ങൾ പള്ളികൾ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആരുമില്ല. കാരണം പ്രോഗ്രാമുകൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടപ്പെടാത്ത ആരുമില്ല. കണ്ണൂരാണെങ്കിൽ അല്ല, കണ്ണൂർ നമ്മുടെ ഇവിടെ ഫേമസ് മുത്തപ്പൻ തന്നെയാണ് എൻ്റെ അറിവിൽ. പിന്നെ അമ്പലങ്ങളാണ് കൂടുതലുള്ളത്. പള്ളി, ക്രിസ്ത്യൻ പള്ളി മാഹിയിലെങ്ങാണ്ടുണ്ടെന്നുണ്ട്. മുസ്ലിം പള്ളി എനിക്കറിയുന്ന കാട്ടിലെ പള്ളിയാണ്. ഇനി വേറെ എവിടെയും പള്ളി ഉണ്ടോയെന്ന് അറിയില്ല. മാഹിയിലും ഉണ്ടെന്നുണ്ട് അതുപോലെ എന്തോ ഒരു പള്ളി ആഘോഷമുണ്ട്. ക്രിസ്ത്യനാണോ മുസ്ലിമാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുണ്ട് ഭീമാപ്പള്ളിയുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ടോപ്പിക് ഇടാം. അല്ലാണ്ട് കയറി വിളിക്കട്ടെ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. അതല്ല, വിളിക്കട്ടെ എന്ന് വിളിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ ഞാൻ ടിപ്പ് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങളിത് ടിപ്പായിട്ട് എടുക്കണം. അപ്പം അങ്ങനെ വേണം ഒരാളോട് പറയാനും മിണ്ടാനും. അല്ലാണ്ട് ഒരു ഇതും ഇല്ലാണ്ട് വിളിക്കട്ടെ, ഫ്രീ ആണോ, വളരെ മോശം. ഇതൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ആമ്പിള്ളേർക്ക് ഒരു പെണ്ണിനോട് സംസാരിക്കാൻ അറിയില്ല. നമുക്ക് ദേഷ്യം പിടിക്കും നമ്മളെ വിളിക്കട്ടെ ചോദിക്കുമ്പം തന്നെ. ഒരു കാര്യമില്ലാണ്ട് എന്തിനാ ഈ വിളിക്കണേന്ന് നമ്മൾ ചിന്തിക്കും. ഇന്ന് കണ്ട് 2 ദിവസം കഴിയുമ്പോഴേ വിളിക്കട്ടെ കുറേ പേരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ണും പൊട്ടി നല്ല പറയും ഇതല്ല. പിന്നെ അവർ വിചാരിക്കും നമ്മളെന്തോ ശത്രുവിനെ പോലെ കാണുന്നതെന്ന്. അവർ തന്നെ കണ്ണു മെഴിക്കരുത്. ഞാൻ ഇന്ന് അതിനെക്കുറിച്ചൊക്കെ ഓർത്തു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇവിടെ താൻ എൻ്റെ ശത്രുവായിട്ടല്ല ഞാനീ പറയുന്നത്, എനിക്ക് തന്നെ അറിയുകൂടിയില്ല. പക്ഷെ എനിക്കിഷ്ടമല്ല ആരെയും കോൾ ചെയ്യുന്നത്. അതാണ് പ്രശ്നം. അതാണ് എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല, ഒരു ടോപ്പിക്കും ഇല്ല സംസാരിക്കാൻ. പിന്നെ ഞാൻ എന്ത് സംസാരിക്കാൻ, എൻ്റെ ടൈം അത്രയും വേസ്റ്റ് അല്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഇറ്റ്സ് ഓക്കെ, ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു, വിളിക്കില്ല എന്ന് പറഞ്ഞു. വിളിച്ചൊന്നുമില്ല, വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അത് ഫസ്റ്റ് നല്ലൊരു ക്വാളിറ്റി. പിന്നെ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു, അത് നല്ലതാണ്. അങ്ങനെ കുറേ പേര് അങ്ങനെ തന്നെയാണ് ചോദിക്കുള്ളൂ. ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പരമാവധി ചലഞ്ച് ചെയ്യാറില്ല, ഞാൻ കോൾ എടുക്കാറുമില്ല. എടുത്താലും ഞാൻ അവരെ പറഞ്ഞു, ഇന്നലെ ലൈവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോൾ എടുത്ത രീതി കണ്ടിട്ടുണ്ടാവും, അതേപടി പറഞ്ഞു വയ്ക്കുക. അപ്പോൾ അവരങ്ങനെ തലയ്ക്കുന്നത് ശരി, ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. ഒന്നുകിൽ എൻ്റെ വർക്ക് സംബന്ധമായി ആരെങ്കിലും ആയിരിക്കണം. നമുക്കിങ്ങനെ വർക്കുണ്ട്, നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ, ഇതൊക്കെയാണെങ്കിൽ ഓക്കെ, അത് ജെനുവിനായിരിക്കണം. ചുമ്മാ ഇരുന്ന് വർക്കെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കരുത്. ഞാൻ അതൊക്കെ ആണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. വർക്കിനാണെങ്കിൽ ഞാൻ നേരിട്ട് വന്ന്, നിങ്ങൾ എവിടെയാണോ പരിപാടി അവിടെ നേരിട്ട് വന്ന് സംസാരിച്ച് ഞാൻ അറ്റൻഡ് ചെയ്യുള്ളൂ, എൻ്റെ ഫോണിൽ കൂടെ സംസാരിക്കില്ല. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ടിപ്പ്. പെൺപിള്ളേരോട് വെറുതെ ഇരുന്ന് കൊളിയിട്ട് സംസാരിക്കട്ടെ. ഇതിനൊന്നും ആർക്കും ടൈമില്ല കേട്ടോ. അതൊക്കെ പണ്ട് കേട്ടാ, ഇപ്പോൾ ആർക്കും സമയമില്ല. അത് പണ്ടത്തെ കാലത്ത് ആൾക്കാർ അങ്ങനെ സംസാരിക്കണേ. അപ്പോൾ ആർക്കും സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ചെക്കന്മാർക്കുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തന്നു. എന്ന് വെച്ച് വിളിച്ച് ശല്യം ചെയ്യരുതാരെ. നിങ്ങളെമാരി അല്ലടാ പെൺപിള്ളേർ, അത് കിട്ടാൻ
പെൺപിള്ളേരൊന്നും സംസാരിക്കൂല.